ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ചാണ്. അതായത് ശനി ഗ്രഹം ഇപ്പോൾ മീനം രാശിയിലാണല്ലോ സഞ്ചരിക്കുന്നത്. അവിടെ അത് വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. രാശി മാറുന്നില്ല, എങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ ദോഷങ്ങൾ കുറയുന്നു. അങ്ങനെയുള്ള ആ കാലം എന്ന് പറയുന്നത് ജൂലൈ മാസം 2026 ജൂലൈ മാസം 27-ാം തീയതി മുതൽ ഡിസംബർ മാസം 11-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ. കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസം 10-ാം തീയതി മുതൽ 1202 ആണ്ട് വൃശ്ചിക മാസം 24-ാം തീയതി വരെ ദീർഘകാലം. അത്രയും നാള് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനിയുടെ ദോഷഫലം കുറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അത് വൃശ്ചികം രാശിക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് പ്രതിഭാസ്ഥാനമാണ്. കണ്ടകശനിയോ ഏഴരശനിയോ ഒന്നും ഉള്ള കാലമല്ല. എന്നിരുന്നാലും ശനി വക്രത്തിൽ വരുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അവ ഏതൊക്കെയാണെന്ന് ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് പ്രധാനമായിട്ട്. അതായത് ശനി ഗ്രഹം ഏത് രാശിയിൽ നിൽക്കുന്നു അത് നമ്മുടെ ഓരോരുത്തരുടെയും നക്ഷത്രത്തിൻ്റെ കൂറ് അനുസരിച്ച്. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാർക്ക് പ്രതിഭാസ്ഥാനമായ 5-ാം ഭാവത്തിലാണ് ഈ ശനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള കാര്യം, ശനി സ്ഥിതി ചെയ്യുമ്പോൾ ആ വിദ്യാ കാര്യങ്ങളിൽ പല വിധത്തിലുള്ള അലസത വന്നു ചേരുക, വിദ്യാതടസ്സം വന്നു ചേരുക. അങ്ങനെയൊക്കെ ഈ ശനിയുടെ ദോഷങ്ങൾ ഇപ്പോൾ ഈ വൃശ്ചികം രാശിക്കാർക്ക്, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോയി പഠിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കുന്നവരുണ്ട്. അതുകൂടാതെ തന്നെ ജോലി ചെയ്യുന്ന അവസരത്തിൽ തന്നെ ചില ടെസ്റ്റുകൾക്കായിട്ട് പ്രൊമോഷന് വേണ്ടിയുമൊക്കെ ചില പരീക്ഷകൾ എഴുതുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ശ്രദ്ധ കുറഞ്ഞു പോവുകയോ പഠനത്തിൽ കാര്യമായ കാര്യക്ഷമത ഇല്ലാതെ വരികയോ നല്ല ഗുരു ഉപദേശം കിട്ടാതെ വരികയോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെടാം. അങ്ങനെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഈ വൃശ്ചികം രാശിക്കാർക്ക് ശനിയുടെ വക്രം കൊണ്ട് വിജയങ്ങൾ വന്നു ചേരും. അതായത് ഈ കാലയളവിൽ എഴുതുന്ന പരീക്ഷകളൊക്കെ ജയിക്കും, കലാപ്രകടനങ്ങൾ നടത്തുന്നവർ വിജയിക്കും, പൊതുവെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. പ്രജ്ഞാപ്രതിഭ, മേധ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, മാതൃതനുജ, ചിന്തനീയം, പഞ്ചമപാത എന്ന് പറയുന്ന പ്രമാണപ്രകാരമാണ് പുണ്യകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമുക്ക് മനസ്സ് തോന്നും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ദാനധർമാദികൾ ചെയ്യുവാൻ, സാധുക്കളെ സഹായിക്കുവാൻ. അതുമൂലം പല വിധത്തിലുള്ള ദോഷങ്ങൾ മാറും, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഇടവം രാശിയിലേക്ക് ശനിയുടെ പൂർണ്ണ ദൃഷ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദൃഷ്ടിക്ക് ബലം കുറയും, ദോഷങ്ങൾ, ആ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നു. ഞാനിത് പറയുമ്പോൾ പല ആൾക്കാർക്കും മനസ്സിലാകും ശനി ദോഷമില്ല എങ്കിലും കഷ്ടകാലമാണല്ലോ എന്ന്. അങ്ങനെ വൃശ്ചികം രാശിക്കാരായിരിക്കുന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ നോക്കിക്കോളൂ. 2027 ജൂലൈ മാസം 27-ാം തീയതിക്ക് ശേഷം അതിന് മാറ്റങ്ങൾ വരും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യതയുണ്ടാകും. ഉല്ലാസയാത്ര പോകുന്നതിന്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന്, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ യോഗമുണ്ടാകും. അതുപോലെ തന്നെയാണ് സാധിക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കുക. ഈ വൃശ്ചികം രാശിക്കാരായിരുന്ന വിശാഖ, അനിഴം, കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കാതെ കിടന്നിരുന്ന കാര്യങ്ങൾ സാധിക്കും. അതായത് 11-ാം ഭാവത്തിലേക്ക്, ആ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പൂർണ്ണ ദൃഷ്ടിയാണ്. അപ്പോൾ പല കാര്യങ്ങൾക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും നടക്കാതെ വരിക. അങ്ങനെയൊക്കെ തടസ്സപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കടങ്ങളൊക്കെ വീഴുക, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുക, വിവാഹത്തിന് വാക്കാകുക, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ, ഗൃഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും വാഹനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായാലും സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ അവരുടെ മക്കളെ കൊണ്ട് വളരെ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർ, ആ ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാൻ ശനിയുടെ വക്രം കൊണ്ട് സാധിക്കും.
മറ്റൊരു പ്രധാന ഭാവമാണ് ധനഭാവം. വൃശ്ചികം രാശിക്കാർക്ക് ധനസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുകയാണ്. എന്നിരുന്നാലും ആ ധനസ്ഥാനമായ ധനുരാശിയിലേക്ക് ശനി പൂർണ്ണ ദൃഷ്ടിയുള്ള സമയമായിരുന്നു. അങ്ങനെ പൂർണ്ണ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ധനം വന്നു ചെയ്യും. പക്ഷെ അത് വേണ്ട രീതിയിൽ കിട്ടത്തില്ല. 100 രൂപ കിട്ടേണ്ടടുത്ത് 10 രൂപ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങളൊന്നും നടക്കാതെ വരിക, ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വരിക. ചിലപ്പോൾ 100 കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ 1000 കിട്ടും. 1000 കിട്ടിയാൽ 1000 രൂപ പാഴായി പോവുക, 1000 കൂടി കടം വരിക. അങ്ങനെയൊക്കെ സാമ്പത്തിക രംഗത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഓരോ വൃശ്ചികം രാശിക്കാർക്കും അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് നല്ല നല്ല വിജയങ്ങളും സൗഭാഗ്യങ്ങളും ഈ ശനി കൊണ്ടുത്തരുന്ന വളരെ നല്ല കാലമാണ്. ശനിദോഷങ്ങൾ ഉണ്ടാകുകയില്ല ഇനി മുതൽ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഗണപതി ഹോമം വഴിപാടുകൾ ചെയ്യുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക, ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിക്കുക, അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര് നക്ഷത്രവും കൂടെ ചേർത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നമസ്കാരം.